തങ്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം. നമുക്കിന്ന് പുതിയ ഐറ്റംസ് ഉണ്ടാക്കാം. ഞാൻ 50 വർഷമായിട്ട് കർണാടകയിൽ താമസിക്കുന്ന ആളാണ്. അവിടുത്തെ ഒരു പ്രധാന ആഹാരമാണ് വാംഗിബാത്ത്. അപ്പം നമ്മളിവിടെ അത് തയ്യാറാക്കാൻ പോവാണ്. ഇത് കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഓഫീസിൽ പോകുന്നവർക്ക് കൊണ്ടുപോകാനും എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നത് രുചികരമായൊരു ആഹാരമാണ്. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ വഴുതനങ്ങ ചോറെന്നും പറയാം. നമുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ ആവശ്യം അനുസരിച്ചാണ്. ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ച് മതിയെങ്കിൽ 1 ഗ്ലാസ് അരി, 1 കപ്പ് വഴുതനങ്ങ. അരിഞ്ഞു വരുമ്പോൾ 1 കപ്പ് വഴുതനങ്ങ, 1 ഗ്ലാസ് അരി. ഇതിപ്പോൾ 2 ഗ്ലാസ് അരിയും 2 വഴുതനങ്ങയുണ്ട്. ഒരു ചെറിയ കഷ്ണം പുളി, ഒരു നെല്ലിക്കായിനേക്കാൾ ഇത്തിരി വലിപ്പം, ചെറുനാരങ്ങയേക്കാൾ ഇത്തിരി ചെറുതായിട്ട് പുളി, 2-3 ചെറിയ കഷ്ണം കൊപ്ര, 4-5 വറ്റൽമുളക്. മുളക് നിങ്ങളുടെ രുചിക്ക് തക്കന്ത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഉഴുന്നും പരിപ്പ്, കടലപ്പരിപ്പ്, മഞ്ഞൾപ്പൊടി, ഉപ്പ്. മുഴുവൻ മല്ലിയാണ് വേണ്ടത്. ഞാൻ വീട്ടിൽ ഉപയോഗിക്കാത്ത കാരണം, എൻ്റെ അടുത്ത് മല്ലി ഇല്ലാത്ത കാരണം ഞാൻ മല്ലിപ്പൊടി വച്ചേക്കാണ്. മുഴുവൻ മല്ലിയാണ് വേണ്ടത്, എങ്കിലേ ശരിയായ ടേസ്റ്റ് വരുള്ളൂ. ഈ എണ്ണ ഇത്രയും മതി നമുക്ക് തയ്യാറാക്കാം. നമ്മൾ അരി കൊണ്ടുപോയി വച്ച് സാധാരണ ഉണ്ണണ പോലെ തന്നെ വാർത്തിട്ടെടുക്കും. ഒരല്പം വേവ് കുറച്ച് വാർത്ത് വയ്ക്കണം. അത് നന്നായിട്ട് ചൂടാറി തണുത്തതിന് ശേഷം നമുക്കിത് തയ്യാറാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മുടെ വഴുതനങ്ങ അരിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യമായ ചോറ് കാണിക്കാം. ഇപ്പോൾ 2 ഗ്ലാസ് അരി നമ്മൾ വേവിച്ച് വാർത്ത് ചോറ് റെഡിയാക്കി. ചോറ് നമ്മൾ സാധാരണ ഉണ്ണേക്കാൾ ഒരല്പം വേവ് കുറച്ചെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ കുഴഞ്ഞു പോകും. കുഴഞ്ഞു പോകുന്ന ഇഷ്ടമുള്ളവർക്ക് ശരിയായ രീതിയിൽ വാർത്താൽ മതി. ഞാൻ കുറച്ച് വേവ് കുറച്ചെടുത്താറുണ്ട്. അതായത് ഒരു ചോറയിൽ മുട്ടാത്ത രീതിയിൽ വേവ് നോക്കി വാർത്തു മതി. ഇപ്പം നമുക്ക് അത് റെഡിയായി. നമുക്ക് അതിലേക്ക് വേണ്ട മസാല റെഡിയാക്കാൻ പോവാം. ഈ കൊപ്ര ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. കൊപ്ര ഇതേ രീതിയിൽ അരിഞ്ഞെടുക്കണം. ചെറിയ 2 കഷ്ണമാണ്. അതിലേക്ക് 2 സ്പൂൺ ഉഴുന്നും പരിപ്പ്, 2 സ്പൂൺ കടലപ്പരിപ്പ്, 2 സ്പൂൺ പച്ച മല്ലിയാണ് വേണ്ടത്. അത് മല്ലി ഇല്ലാത്ത കാരണം മല്ലിപ്പൊടി 2 സ്പൂൺ ചേർക്കുകയാണ്. വറുക്കാൻ നേരത്ത് കാണിക്കാം. ഇത് നമുക്ക് വറുത്ത് പൊടിച്ചു കൊണ്ടുവരണം. പോകാം അടുക്കളയിലേക്ക്. 2 സ്പൂൺ എണ്ണ ഒഴിക്കുക. നമ്മുടെ എണ്ണ മൂത്തു. കുറച്ച് കടുകിടുക. കടുക് പൊട്ടി വരുമ്പോൾ കടലപ്പരിപ്പ് ഇടണം. അതിൻ്റെ കൂടെ തന്നെ ഉഴുന്നും പരിപ്പ് ഇടാം. നമ്മൾ കൊപ്ര ഇടുക കേട്ടോ. മുളകും ഇടുക. നമ്മൾ സ്റ്റൗ ഓഫാക്കി. കാരണം നമ്മുടെ അടുത്ത് മുഴുവൻ മല്ലിയില്ല, മല്ലിപ്പൊടിയാണ് ഇടുന്നത്. 2 സ്പൂൺ മല്ലിപ്പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി,
1 സ്പൂൺ മുളക് പൊടി, കരിവേപ്പിലയും കൂടി ഇടുക കേട്ടോ. നമ്മൾ ഉരുളി അടപ്പത്ത് വയ്ക്കുകയാണ്. നമ്മൾ ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുകയാണ്. കുറച്ച് കടുക് ഇടുക, 1/2 സ്പൂൺ കടുക്. നമ്മളിതിലേക്ക് 1 സ്പൂൺ ഉഴുന്നും പരിപ്പ് ഇടുക. ഒരു സ്പൂൺ കടലപ്പരിപ്പ് ഇടുക. ഇപ്പോൾ നമ്മുടെ ഉഴുന്നും പരിപ്പും കടലപ്പരിപ്പും ചെറിയൊരു കളർ മാറിയിട്ടുണ്ട്, അത്ര മതി. ഉള്ളി ഇതിലേക്ക് ഇടാം. നമ്മൾ ഒരു സവാള മതി. സവാളയ്ക്ക് പകരം ഞാൻ ചെറിയ ഉള്ളി ചേർക്കുകയാണ്. നമ്മുടെ ചെറിയ ഉള്ളി ശരിക്കും വാടി വന്നാൽ മതി, വഴറ്റണ്ട. അപ്പോൾ നമ്മൾ ഈ വഴുതനങ്ങ ഇതിലേക്ക് ഇടാം. നമ്മൾ അരിഞ്ഞു വെച്ച വഴുതനങ്ങ ഇതിലേക്ക് ഇടാം. ഇപ്പം നമ്മുടെ വഴുതനങ്ങ ഉള്ളി ഇട്ട് കഴിഞ്ഞു. അതിലേക്ക് നമ്മൾ നേരത്തെ വച്ചിരുന്ന പുളി പിഴിഞ്ഞൊഴിക്കുക. ഇതിലേക്ക് ആവശ്യമായ ഉപ്പിടുക. ഇത് നമ്മൾ സിമ്മിലിട്ട് അടച്ചു വെച്ച് 2 മിനിറ്റ് വേവിക്കണം. ഇതിലേക്ക് വേണ്ട മസാല നമ്മൾ പൊടിച്ചെടുത്തു. ഇനി നമ്മൾ ഈ ചോറ് ഇതിലേക്ക് ഇടാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ചോറ് ഇതിലേക്ക് ഇടാം. നമ്മൾ ഈ ചോറിന് ആവശ്യമായ ഉപ്പിടാണ്, കുറച്ചിട്ടാൽ മതി. നമ്മൾ മസാലയിലും ഫ്രൈയിലും ഉപ്പിട്ടതാണ്. ഇപ്പം ഞങ്ങൾ ഇതിൻ്റെ സ്റ്റൗ ഓഫാക്കുകയാണ്. വല്ലപ്പോഴും വാതിൽ തുറക്കണ വീടായത് കാരണം സാധനങ്ങളുടെ ഷോർട്ടേജ് ഇവിടെ കണ്ടമാനാണ്. ഇതിൽ കൊത്തമല്ലിയുടെ ഇലയാണ് നമ്മൾ അരിഞ്ഞ് ചേർക്കേണ്ടത്. അത് തൽക്കാലം ഇവിടെ ഇല്ലാത്ത കാരണം ഞാൻ കരിവേപ്പില ചേർക്കുകയാണ്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കൊത്തമല്ലിയുടെ ഇല ചേർത്താൽ മതി. ഇപ്പം നമ്മുടെ വാംഗീബാത്ത് റെഡിയായി. വളരെ രുചികരമായതും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതും. ചോറിന് കറികളില്ലെങ്കിൽ നമുക്കിത് മതി. ഇതിന് പപ്പടം അല്ലെങ്കിൽ നമുക്കിതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. സലാഡോ അല്ലെങ്കിൽ പപ്പടം കാച്ചിയതോ എന്തെങ്കിലും മതി. രുചികരമായ ഒരു ആഹാരമാണ്. ഈ വാംഗീബാത്ത് പലരും പലതരത്തിലും ഉണ്ടാക്കും. ഞാൻ ഉണ്ടാക്കുന്ന വിധമാണ് നിങ്ങളെ കാണിച്ചത്. ശരി, ബായ്.